everyone, welcome back to our channel. ഞാൻ ഇന്ന് ഒരു DIY വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സക്യുലന്റ് പ്ലാന്റ്സിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാനും ഈയിടെയായിട്ടാണ് കേട്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഡെസേർട്സിൽ കണ്ടുവരുന്നൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗുണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മിലും റൂട്ട്സിലും ലീവ്സിലൊക്കെ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവ് ഈ ഒരു ചെടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇടയായിട്ട് ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം പലരും വീടിൻ്റെ ഇൻഡോർസിലും ഓഫീസിലും എല്ലാം ഒരു അലങ്കാര വസ്തുവായിട്ട് ഈ ഒരു പ്ലാന്റിനെ വെക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഒരു സക്യുലന്റ് പ്ലാന്റാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നല്ലേ, പിസ്ത ഷെൽസ് കൊണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ സക്യുലന്റ് പ്ലാന്റ് വയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചിരട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ചിരട്ടയുടെ വലുപ്പത്തിൻ്റെ പകുതിയായിട്ട് ഞാനൊരു സർക്കിൾ ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ സക്യുലന്റ് പ്ലാന്റ് പിസ്ത ഷെൽസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ പിസ്ത ഷെൽസ് ഒട്ടിക്കാൻ വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് പേപ്പർ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിരട്ടയുടെ വലുപ്പത്തിനേക്കാളും ചെറിയൊരു വലുപ്പമായിരിക്കണം നമ്മൾ സക്യുലന്റ് പ്ലാന്റ് വയ്ക്കാൻ പോകുന്ന ആ ഒരു കാർഡ്ബോർഡ് പേപ്പർ നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമുക്കിനി പിസ്ത ഷെൽസ് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ വെട്ടി വെച്ചിരിക്കുന്ന ആ കാർഡ്ബോർഡിൻ്റെ പീസിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ സക്യുലന്റ് പ്ലാന്റ് പിസ്ത ഷെൽസ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ കൊടുക്കലാണ്. സോ ഞാനിവിടെ ആദ്യം ഡാർക്ക് ഗ്രീൻ അക്രലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നന്നായി എല്ലായിടത്തും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് നന്നായി ഉണങ്ങിയ ശേഷം ഞാനൊരു ഇത്തിരി ഗ്രീനും വൈറ്റ് അക്രലിക് പെയിൻറ്റ് കൂടി മിക്സ് ചെയ്തൊരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് ഞാൻ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് മണ്ണ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ചിരട്ടയിൽ പേപ്പർ വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സക്യുലന്റ് പ്ലാന്റ് വയ്ക്കുന്നത്. എന്നിട്ട് സൈഡിൽ മാത്രം ഇത്തിരി ഇവിടെ ഇരുന്നിരുന്ന ചകിരിച്ചോറ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ മണ്ണ് കിട്ടും. സോ മണ്ണ് കിട്ടുന്നവർ ചിരട്ടയിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ സക്യുലന്റ് പ്ലാന്റ് വയ്ക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്തത് നമ്മൾക്ക് മണ്ണ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന പിസ്ത ഷെൽസ് കൊണ്ട് നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ആവശ്യമില്ല. സോ ഈ ഇടയായിട്ട് കൂടുതലും ആൾക്കാർ എന്താ പറയുക